എല്ലാവർക്കും നമസ്കാരം. CC ബാങ്ക് എക്സാം ചാനലിൻ്റെ മറ്റൊരു യൂസ്ഫുൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ 2026 തുടങ്ങിയതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയാണ് നമ്മൾ 4/1/2026 എഴുതി മാറിയത്. സോ ആ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ മാത്സിലെ ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഈ ഒരു ക്ലാസ് അടുത്ത വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. സോ നമ്മൾ 29/12/2025 ചോദ്യ പേപ്പർ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയായിരുന്നു. സോ അങ്ങനെ മുൻ വർഷങ്ങളിൽ ബോർഡ് ചോദിച്ചു മാറിയ എല്ലാ മുൻവർഷ ചോദ്യങ്ങളും ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയതിന് ശേഷമാണ് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു പരീക്ഷയുടെ എക്സാം എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗാർത്ഥികളിലെ നിങ്ങൾ ഒരു പടി മുമ്പിലായിരിക്കും എന്നുള്ള വസ്തുത നിങ്ങൾ മറന്നു പോരുത്. അപ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ 2026 നോക്കിക്കാണുന്നത്. സോ 2026 നമ്മൾ ആദ്യത്തെ ഈ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ എഴുതി മാറിയിരിക്കുകയാണ്. തൊട്ടടുത്ത ആഴ്ചകളിലായിട്ട് നമ്മൾ പുതിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ പുതിയ പരീക്ഷകൾക്ക് നമ്മൾ കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബോർഡ് ഏറ്റവും അവസാനം ചോദിച്ചു മാറിയ മേഖലകളിലെ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ചോദ്യങ്ങൾ വീണ്ടും വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. സോ അത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ 29-ാം തീയതി നടന്നുപോയ ചോദ്യ പേപ്പർ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്തി. ആ 10 ചോദ്യങ്ങൾ വന്നത് ഏതൊക്കെ മേഖലയിൽ നിന്നാണെന്ന് മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, മക്കളെ, ആ 10 ചോദ്യങ്ങൾ വന്നത് പഴയതുപോലെ തന്നെ മാത്സിനകത്ത് നിന്ന് 4 ചോദ്യങ്ങളും അതേപോലെ റീസണിങ്ങിനകത്ത് നിന്ന് 6 ചോദ്യങ്ങളുമാണ്. അപ്പോൾ ചോദ്യകർത്താവ് വലിയ പ്രാധാന്യം കൊടുക്കുന്ന റീസണിങ് പോർഷനാണ്. പക്ഷേ എന്നിരുന്നാലും മാത്സിനകത്ത് 4 ചോദ്യങ്ങൾ അവിടെ ആ പരീക്ഷയ്ക്കും ചോദിച്ചു. ഈ ഒരു പരീക്ഷയ്ക്ക് മാത്സിനകത്ത് നിന്ന് 4 ചോദ്യങ്ങൾ ചോദിച്ചു. ഇനി ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പതിയെ ക്ലാസ്സിൽ പരിചയപ്പെടാം. LCM HCF എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 1 ചോദ്യം ചോദിച്ചു. ആവറേജിനകത്ത് നിന്ന് 2 ചോദ്യം ചോദിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് നിന്ന് ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. നമ്പർ സീരീസിൽ നിന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ചു. റാങ്കിങ്ങിനകത്ത് നിന്ന് 1 ചോദ്യം ചോദിച്ചു. ഓഡ് മാൻ ഔട്ട് 1, കോഡിംഗ് 1, അല്ലാതെ ഒരു അതർ ക്വസ്റ്റ്യൻസും 1 ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇനി ആ ചോദ്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാ പിടിച്ചോ, ഒന്നാമത്തെ ചോദ്യം മുമ്പിൽ വന്നിട്ടുണ്ട്. എടാ കുഞ്ഞുങ്ങളെ, ഈ ചോദ്യങ്ങളെല്ലാം റെപ്പറ്റീഷനാ. ഒരു ചാപ്റ്റർ എടുത്തു വെച്ചിട്ട് ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ എക്സ്പേർട്ട് ആവുന്നത്. പല ചോദ്യങ്ങളും റെപ്പറ്റീഷൻ ആയിരുന്നു. അതുകൊണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയിട്ട് മാത്സ് പഠിക്കാൻ അല്ലെങ്കിൽ മാത്സ് ചെയ്തു നോക്കാൻ വേണ്ടി സമയങ്ങൾ കണ്ടെത്തി വെച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയിലെ 10 ചോദ്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും ഉറപ്പായിട്ടും. പോട്ടെ, ഒരു 9 മാർക്കെങ്കിലും ഉറപ്പായിട്ടും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാ പിടിച്ചോ, A, B and C take 3, 4 and 6 minutes respectively to run once around a ground. If they run from a certain place such 5:30 AM, then when will they come together എന്നാണ് ചോദ്യം. അതായത് ഒരു ഗ്രൗണ്ടിന് ചുറ്റും 3 പേര് ഓടാൻ തുടങ്ങുന്നു. A എന്ന് പറയുന്നവനും B എന്ന് പറയുന്നവനും C എന്ന് പറയുന്നവനുമാണ് ഒരു പോയിന്റിൽ നിന്നും യാത്ര ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഗ്രൗണ്ട് ആണെന്നുള്ള കാര്യം ഓർമ്മയിൽ വേണം. സോ ആ ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങിയതിന് ശേഷം ആ ഗ്രൗണ്ടിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി അതിങ്ങനെ ആ ഗ്രൗണ്ടിലെ മൊത്തം ചുറ്റിക്കറങ്ങി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചു വരാൻ ആദ്യത്തവൻ എടുക്കുന്ന സമയമാണ് 3 മിനിറ്റ്, രണ്ടാമത്തവൻ 4 മിനിറ്റ്, മൂന്നാമത്തവൻ 6 മിനിറ്റ് എടുക്കും. ഒന്നും കൂടെ പറയാം. പിള്ളേരെ, ഒന്നാമത്തെ പോയിന്റ്, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആ ഗ്രൗണ്ട് മൊത്തത്തിൽ കറങ്ങി അതേ പോയിന്റിലേക്ക് എത്താൻ ആദ്യത്തവൻ എടുക്കുന്ന സമയമാണ് 3 മിനിറ്റ്, രണ്ടാമത്തവൻ 4 മിനിറ്റ്, മൂന്നാമത്തവൻ 6 മിനിറ്റ്. സോ ഇവന്മാര് 3 പേരും കൂടെ ഒരുമിച്ച് യാത്ര തുടങ്ങിയത് എപ്പോഴാണ്? 5:30.
ഇനി എപ്പോഴാണ് ഇവർ ഒരുമിക്കുക എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാ. അതായത് നമ്മൾ LCM HCF എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഈ ബെല്ലടിക്കുന്ന ചോദ്യം നമ്മൾ പഠിക്കാറില്ലേ? ഒന്നാമത്തെ ക്ലോക്ക് 5 മിനിറ്റ് കൂടുന്തോറും അടിക്കും, രണ്ടാമത്തെ ക്ലോക്ക് 3 മിനിറ്റ് കൂടുന്തോറും ഒരുമിച്ച് അടിക്കും, മൂന്നാമത്തെ ക്ലോക്ക് ഒരു 4 മിനിറ്റ് കൂടുന്തോറും അടിക്കും. ഇവര് 3 പേരും കൂടെ ഒരുമിച്ച് ശബ്ദിച്ചത് രാവിലെ 9 മണിക്കാണെങ്കിൽ ഇനി എപ്പോഴാണ് ഒരുമിച്ചടിക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മൾ പഠിക്കാറില്ലേ? ആ സെയിം സാധനം തന്നെയാണിത്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തത്? അവിടെ നമ്മൾ ചെയ്തത് ഇവര് 3 പേരും കൂടെ ഒരുമിച്ച് അടിക്കാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാൻ LCM കണ്ടുപിടിച്ചാൽ മതി. ഇവര് 3 പേരും കൂടെ ഒരുമിച്ച് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എത്ര എന്ന് ചോദിച്ചാല് ഒന്നുമില്ല, LCM കണ്ടുപിടിച്ചാൽ മതി. LCM കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, ഒന്നാമത്തെ സമയം 3, രണ്ടാമത്തത് 4, അടുത്ത സമയം 6. സോ അങ്ങനെയാണെങ്കിൽ 3ന്റെയും 4ന്റെയും 6ന്റെയും LCM കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവര് 3 പേരും കൂടെ ഒരുമിച്ച് എത്ര സമയം കഴിയുമ്പോൾ കണ്ടുമുട്ടും? അതായത് ഒരുമിച്ച് കണ്ടുമുട്ടാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? LCM കണ്ടുപിടിച്ചാൽ മതി. സോ 3ന്റെയും 4ന്റെയും 6ന്റെയും LCM കണ്ടുപിടിക്കാൻ പോവുക. ശ്രദ്ധിച്ചു നോക്കിക്കേ. എടാ 3, 4, 6 LCM. ഇവന്മാര് 3നെയും 6നെയും 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം. മക്കളെ 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 1, 1. എടാ 4നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. 4 അതുപോലെ താത്തിറക്കി. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2. വീണ്ടും നമുക്ക് ഒരു തവണ കൂടെ 2 കൊണ്ട് ഘടകക്രിയ ചെയ്യാം, അല്ലെങ്കിൽ 2 കൊണ്ട് ഹരിക്കാം. 1നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് 1 താത്തിറക്കി. 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2, 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1. ഇനി ഒരു ഘടകക്രിയ പോസിബിൾ അല്ല, ഇനി ഒരു ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല. എല്ലാം കൂടെ ഗുണിക്കുക. 3ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 6, 6 × 1 6, 6 × 2 12, 12 × 1 12. അതായത് 12 മിനിറ്റ് കൂടുന്തോറും ഇവമാര് ഒരുമിച്ച് ആ പോയിന്റിലേക്ക് എത്തും. സോ 12 മിനിറ്റ് കൂടുന്തോറും ഇവര് ഒരുമിച്ച് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തും. സോ അങ്ങനെയാണെങ്കിൽ രാവിലെ 5:30 യാത്ര തുടങ്ങിയത്. കൃത്യം 12 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ ഒരുമിക്കും, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുമിക്കും. രാവിലെ 5:30 യാത്ര തുടങ്ങിയതെങ്കിൽ കൃത്യം 12 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുമിക്കും. അപ്പൊ 5:30 കൂടെ 12 കൂട്ടട, 12 മിനിറ്റ് കൂട്ടിയാൽ 5:30 കൂടെ 12 കൂട്ടുവാണെങ്കിൽ ഉത്തരം 5:42 AM. നമ്മളുടെ ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. അപ്പൊ ഈ ഒരു ചോദ്യം നമ്മുടെ LCM HCF എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് മനസ്സിലാക്കണം. സോ LCM ആൻഡ് HCF എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും അവസാനം നമ്മൾ നോക്കാറുള്ള ക്ലോക്കിന്റെ ബെല്ലടിക്കുന്ന ചോദ്യം പോലെ കരുതിയാൽ മതി. സോ ഈ ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ആൻസർ കിട്ടിക്കാണും. നമ്മൾ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഇതിന്റെ ഉത്തരം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആൻസർ കിട്ടിക്കാണും. നമുക്ക് നേരെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാ പിടിച്ചോ രണ്ടാമത്തെ ചോദ്യം. മക്കളെ, രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് 2 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു. മൊത്തത്തിൽ ആകെ 4 ചോദ്യങ്ങളെ മാത്സിനകത്ത് ചോദിച്ചുള്ളെങ്കിലും ആവറേജിനകത്ത് നിന്ന് 2 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞു പോയ ഒരു 5-6 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് CSEB ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതേപോലെ പെർസെൻറ്റേജ്, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇത്തരം ചാപ്റ്ററുകളിലെ CSEB ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നു എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കണം എന്നുള്ള കാര്യം ആദ്യമേ സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നോക്കിയേ, ഇന്ന റെസിഡൻസ് അസോസിയേഷൻ, അതായത് ഒരു റെസിഡൻസ് അസോസിയേഷനിലെ 68% ആളുകള് മെന്നാണ്, പുരുഷന്മാരാണ്. 68% മെന്നാണ്, പുരുഷന്മാരാണ്, സമ്മതിച്ചു. ബാക്കി
32% സ്ത്രീകളാണ്. 32% സ്ത്രീകളാണ്. ചോദ്യകർത്താവ് പറയുന്നു ദ ആവറേജ് ഏജ് ഓഫ് മെൻ ഈസ് 25. അതായത് പുരുഷന്മാരുടെ ആവറേജ് 25 ആണ്, സ്ത്രീകളുടെ ആവറേജ് 50 ആണ്. അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്, ഇൻ സച്ച് കേസ്, ഈ ഒരു സാധ്യതയില് വാട്ട് ഈസ് ദ ആവറേജ് ഏജ് ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ അസോസിയേഷൻ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു അസോസിയേഷനിലെ മുഴുവൻ ആൾക്കാരുടെയും ആവറേജ് എത്ര എന്നാണ് ചോദ്യം. ഇത്തരത്തിലൊരു ചോദ്യം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ തുക ബൈ എണ്ണമാണെന്നറിയാം. സോ ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണമാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പലതവണ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആ മുഴുവൻ ആൾക്കാരുടെയും ശരാശരി കണ്ടുപിടിക്കാനാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. സോ ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് എണ്ണം തരണം, അല്ലേ? എണ്ണം വേണം. അപ്പോ ഇവിടെ ചോദ്യകർത്താവ് തന്നിരിക്കുന്നത് കൃത്യമായിട്ട് എണ്ണം പറഞ്ഞിട്ടില്ലെങ്കിലും 68% മെൻ ആണെന്നാണ് പറയുന്നത്, 32% സ്ത്രീകളാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഒരു 100 പേരുണ്ടെന്നും കരുതാം. മൊത്തത്തിൽ ഒരു 100 പേരുണ്ടെന്നും കരുതാം. അപ്പൊ അതല്ല നിങ്ങൾക്ക് 200 ആണെങ്കിൽ വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ഇപ്പൊ 100 എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പരിപാടി അങ്ങ് അവസാനിക്കും. എടാ മൊത്തത്തില് ഒരു 100 പേരുണ്ടെന്ന് കരുതുക, 68% പുരുഷന്മാരാ. അപ്പോൾ പുരുഷന്മാരെത്ര എന്ന് ചോദിച്ചാൽ 100ന്റെ 68%, 100ന്റെ ഏതെങ്കിലും ഒരു ശതമാനം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആ സംഖ്യ തന്നെയായിരിക്കും ആൻസർ ആണേ. അങ്ങനെയാണെങ്കിൽ എടാ 100ന്റെ 68% എന്ന് പറഞ്ഞാല് 68 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാര് 68. ഓക്കെ, ഇനി 32% സ്ത്രീകളാ. പഴയതുപോലെ 100ന്റെ 32% എന്ന് പറഞ്ഞാൽ എടാ മക്കളെ 100ന്റെ 32% എന്ന് പറഞ്ഞാൽ 32 തന്നെ. അപ്പോ സ്ത്രീകൾ 32 സംഭവം ഒക്കെയായി. അതായത് പുരുഷന്മാർ 68, അതേപോലെ സ്ത്രീകൾ 32. ചോദ്യകർത്താവ് പറയുന്നു പുരുഷന്മാരുടെ ആവറേജ് 25, സ്ത്രീകളുടേത് 50. ടോട്ടൽ എത്ര എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ ആകെ തുക എടുക്കുക, ആകെ എണ്ണം കൊണ്ട് ഹരിക്കുക, ആകെ തുക എടുക്കുക, ആകെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇനി നമുക്ക് ഈ തുക കണ്ടുപിടിക്കാൻ ക്രോസ് ചെയ്താൽ പോരെ. തുക കണ്ടുപിടിക്കാൻ ശരാശരിയും എണ്ണം കൂടെ ഗുണിച്ചാൽ മതി. തുക കണ്ടുപിടിക്കാൻ ശരാശരിയും എണ്ണം കൂടെ ഗുണിക്കുക. മക്കളെ ശരാശരി 25, എണ്ണം 68. അപ്പോൾ പുരുഷന്മാരുടെ തുക കിട്ടും. അതേപോലെ സ്ത്രീകളുടെ ശരാശരി 50, എണ്ണം 32. ദാണ്ടെ ഈ കിടക്കുന്ന 50ഉം ആ കിടക്കുന്ന 32ഉം കൂടെ ഗുണിച്ചാല് തുക കിട്ടും. ഇതുകൊണ്ട് ഈ തുകയും പുരുഷന്മാരുടെ തുകയും സ്ത്രീകളുടെ തുകയും കൂടെ കൂട്ടുവാണെങ്കിൽ ആകെ തുക കിട്ടും. ആകെ തുകയെ ആകെ എണ്ണം കൊണ്ട് ഹരിക്കുവാണെങ്കിൽ ആകെ ശരാശരി നമുക്ക് കിട്ടും. ഓക്കെ ആണേ. അപ്പോൾ ദാ പിടിച്ചു, പുരുഷന്മാരുടെ ശരാശരി 25. എടാ എണ്ണം 68. ശരാശരിയും എണ്ണവും കൂടെ ഗുണിച്ചപ്പോൾ പുരുഷന്മാരുടെ തുക കിട്ടി. അപ്പൊ പുരുഷന്മാരുടെ തുകയായി. പ്ലസ് ഇനി നമുക്ക് സ്ത്രീകളുടെ തുകയും കൂടെ കണ്ടുപിടിക്കണം. സ്ത്രീകളുടെ ശരാശരി 50, എണ്ണം 32, 50, 32 കൂടെ ഗുണിച്ചാല് സ്ത്രീകളുടെ തുക കിട്ടി. അപ്പോൾ ആകത്തുകയായില്ലേ? ആകത്തുകയായി. ഈ ആകത്തുകയെ ആകെ എണ്ണം കൊണ്ട് ഹരിക്കുക, ആകത്തുകയെ ആകെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ആകെ ശരാശരി കിട്ടും. ആകത്തുകയെ ആകെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ആകെ ശരാശരി കിട്ടും. ആകെ എണ്ണം എന്ന് പറയുന്നത് 100 ആണ്. ആകെ എണ്ണം എന്ന് പറയുന്നത് 100. ഇവിടെ നോക്കുമ്പോൾ 25, 68, 50, 32 കോമൺ ആയിട്ട് നമുക്ക് എന്തെങ്കിലും വെളിയെടുത്തു കഴിഞ്ഞാൽ അത്രയും ഉപകാരം ആവത്തില്ലേ? എടാ മക്കളെ ഇവിടെ 25 കിടപ്പുണ്ട്, അവിടെയും 50 കിടപ്പുണ്ട്. രണ്ടിടത്തും 25ന്റെ ഗുണിതം അല്ലെങ്കിൽ 25ന്റെ മൾട്ടിപ്പിൾ കിടക്കുന്നത് കൊണ്ട് നമ്മൾ 25 ഇങ്ങ് പുറത്തെടുത്തു. 25 പുറത്തെടുത്തു കഴിഞ്ഞാല് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാല് 68 പ്ലസ് എടാ 25 പുറത്തെടുത്താൽ പിന്നെ 50 25 പുറത്തെടുത്താൽ 2 അല്ലേ?
50നെ 25 കൊണ്ട് ഹരിച്ച 2, ആ 2 32 കൂടെ ഗുണിച്ചാല് 32 × 2 32 × 2 32 × 2 64 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ദാ പിടിച്ചു, 25ന്റെ 4ാമത്തെ ഗുണിതമാണ് 100. എടാ 25ന്റെ 4ാമത്തെ ഗുണിതമാണ് 100. ദാ പിടിച്ചു, 68ഉം 64ഉം കൂടെ കൂട്ടിയാൽ 8 4 12 ശിഷ്ടം 1, 6 6 12 1 12 1 13 132. ആ 132നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 132നെ 4 കൊണ്ട് ഹരിക്കുക. 132നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 4 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം 4 കൊണ്ട് വെട്ടുക എന്ന് തന്നെയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ദാണ്ടെ സൈഡിലോട്ട് മാറ്റിയിട്ട് ദാണ്ടെ 132നെ 4 കൊണ്ട് ഹരിച്ചാട്ടെ. 3 4 12 ശിഷ്ടം 1, അവസാനത്തെ 2 കൂടെ താത്തിറക്കി വീണ്ടും 3 4 12. ദാ പിടിച്ചു, നമ്മളുടെ ഉത്തരം 33. അതായത് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ചോദ്യം. ശരാശരിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപകൻ ചോദിച്ചു നിർത്തിയ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. എന്തായാലും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ ചോദ്യം ഒന്ന് കരുതിയിരുന്നോണം. എണ്ണം തന്നിട്ടില്ലെങ്കിൽ മക്കളെ 100 അങ്ങെടുത്തു. ടോട്ടൽ ആളുകളുടെ എണ്ണം 100, ഇത്ര ശതമാനം ആണെങ്കിൽ കണ്ണും പൂട്ടി അടിക്കാൻ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി അടിച്ചാലും ഇനി ചോദിച്ചാലും നമുക്ക് ആൻസർ കിട്ടും ഉറപ്പായിട്ടും. ദാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യം നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ, ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകൾ മാത്രം അറ്റൻഡ് ചെയ്ത് പോയവൻ ഇത് അടിച്ചിട്ടുണ്ടാവും. സിമ്പിളായിട്ട് അടിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ ഈ ഒരു ചോദ്യം പറയുമ്പോഴും പറയും, എടാ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. ചിലപ്പോൾ അവർ ക്രിക്കറ്റും ഇന്നിങ്സുമായിട്ടൊക്കെ കയറ്റി തരുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. സോ ആ ഒരു ക്ലാസ് കണ്ടുപോയവൻ ഉറപ്പായിട്ടും ഈ ചോദ്യം അടിച്ചിട്ടുണ്ടാകും. ഷുവറാണ്. ദാ പിടിച്ചു, ഫോർ ദ ലാസ്റ്റ് 16 innings ഒരു ക്രിക്കറ്റ് കളിക്കാരൻ അവന്റെ 16 കളികളുടെ ഇന്നിങ്സ് എന്ന് പറഞ്ഞ കളി 16 കളികളുടെ ശരാശരി 45. 16 കളികളുടെ ശരാശരി 45. 16 കളികളുടെ ശരാശരി 45. ചോദ്യം പറയുന്നു, ഇഫ് ഹി ഹാസ് ടു അറ്റൈൻ ദ ആവറേജ് ഓഫ് 50. 50 ആകണം. ശരാശരി 50 ആകണം. എത്രാമത്തെ ഇന്നിങ്സില്? 17ാമത്തെ ഇന്നിങ്സിൽ. മക്കളെ 17ാമത്തെ ഇന്നിങ്സില് 50 ആകണമെങ്കിൽ, എടാ 50 ആകണമെങ്കിൽ എത്ര റൺസ് ആ ഇന്നിങ്സിൽ അടിക്കണം? 17ാമത്തെ ഇന്നിങ്സിൽ എത്ര റൺസ് അടിക്കണം എന്നാണ് ചോദ്യം. സ്ഥിരം ചോദ്യം. ദാ പിടിച്ചു, ദാണ്ടേ 16 ഇന്നിങ്സുകളുടെ ശരാശരി ദാ പിടിച്ചു 45. 16 ഇന്നിങ്സുകളുടെ ശരാശരി 45. 17 ഇന്നിങ്സുകളുടെ ശരാശരി 50. ഒന്നും കൂടെ പിടി, ഒന്നും കൂടെ പറ. 16 കളികളുടെ ശരാശരി 45. 16 കളികളുടെ ശരാശരി 45. 17 കളികളുടെ ശരാശരി 50. 17 കളികളുടെ ശരാശരി 50. ആ 50 വരണമെങ്കിൽ 17ാമത്തെ കളിയില് എത്ര റൺസ് അടിക്കണം? ഇതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ഗ്രൂപ്പിൽ 16 പേരുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? ഒരു ഗ്രൂപ്പിൽ 16 പേരുണ്ട്. ആ 16 പേരുടെ വയസ്സിന്റെ ശരാശരി 45. 17ാമതായിട്ട് ഒരുത്തൻ വരുന്നു. അങ്ങനെ 17ാമതായിട്ട് ഒരുത്തൻ വരുമ്പോൾ ശരാശരി 50 മാറും. അങ്ങനെയാണെങ്കിൽ ആ പുതുതായിട്ട് വന്നവന്റെ വയസ്സെത്ര? പഠിച്ചതല്ലേ? എങ്ങനെ ചെയ്യുന്നത്? ആദ്യം ചെയ്യേണ്ടത് ഇടതുവശം നോക്കണം. 16 17 ആകണമെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? 16 17 ആകണമെങ്കിൽ 1 കൂട്ടിയാൽ മതി. ആണോടാ? 16ന്റെ കൂടെ 1 കൂട്ടുമ്പോഴല്ലേ 17 കിട്ടുന്നത്? ആണ്. 45 50 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 5 കൂട്ടിയാൽ മതി. 45ന്റെ കൂടെ 5 കൂട്ടുമ്പോഴാണ് 50 കിട്ടുന്നത്. ഒന്നും കൂടെ 16 17 ആകണമെങ്കിൽ 1 കൂട്ടുക. 45 50 ആകണമെങ്കിൽ 5 കൂട്ടുക.
ചെയ്യേണ്ട പരിപാടി താണ്ടെ റിപ്പീറ്റ് അടിച്ച് കേട്ടോണം. ഇടതുവശത്തെ ആദ്യ സംഖ്യയും, ഇടതുവശം എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടുവെക്കണം, ലെഫ്റ്റ് ഹാൻഡ്, ഇടത്തെ കൈ വലത്തെ കൈ, ഇടതുവശത്തെ ആദ്യ സംഖ്യയും വലതുവശത്തെ ഡിഫറൻസ് നമ്പറോടെ ഗുണിക്കുക. ഇടതുവശത്തെ ആദ്യ സംഖ്യയും വലതുവശത്തെ ഡിഫറൻസ് നമ്പറോടെ ഗുണിക്കുക. ഇടതുവശത്തെ ആദ്യ സംഖ്യയും വലതുവശത്തെ ഡിഫറൻസ് നമ്പറോടെ ഗുണിക്കുക. മക്കളെ 16 5 കൂടെ ഗുണിച്ചാൽ എത്രടാ? 16 5 കൂടെ ഗുണിച്ചാല് 16 × 5 16 5 80, 16 5 80, 16 5 80. നിർത്തരുത്. ഇടതുവശത്തെ ആദ്യ സംഖ്യയും വലതുവശത്തെ ഡിഫറൻസ് നമ്പറോട് ഗുണിക്കുക. നിർത്തരുത്. എന്നിട്ട് വലതുവശത്തെ അവസാന സംഖ്യയും ഇടതുവശത്തെ ഡിഫറൻസ് നമ്പറോട് ഗുണിക്കുക. ഒന്നും കൂടെ, ഇടതുവശത്തെ ആദ്യ സംഖ്യയും വലതുവശത്തെ ഡിഫറൻസ് നമ്പറോട് ഗുണിക്കുക. വലതുവശത്തെ അവസാന സംഖ്യയും ഇടതുവശത്തെ ഡിഫറൻസ് നമ്പറോട് ഗുണിക്കുക. നിങ്ങൾക്ക് എന്താണോ ആൻസർ കിട്ടുന്നത് അതാണ് ആൻസർ. ഇതാണ്ട് 50 ഒന്നും കൂടെ ഗുണിച്ചാൽ 50 അല്ലേ? എടാ 50 ഒന്നും കൂടെ ഗുണിച്ചാൽ 50 അല്ലേ? അതായത് +50. 80ന്റെ കൂടെ 50 കൂട്ടിയാൽ നമ്മളുടെ ഉത്തരം 130 സെറ്റ്. ഇത്ര ഉള്ളു പരിപാടി. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പതിയെ കടക്കാം. ചോദ്യം ശ്രദ്ധിക്കുക. വെൻഡർ ഷെനോയി മാർക്സ് MRP of an article as ₹300 and sells it at a discount of 10%. Even then he gets 25% profit. What is the cost price of the article എന്നാണ് ചോദ്യം. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടുപോയ പ്രതീക്ഷിച്ച ചോദ്യം അതുപോലെ തന്നെ വന്നിരിക്കുക. ചോദ്യം കണ്ടല്ലോ. അതായത് ഷെനോയി ഒരു സാധനം വാങ്ങിച്ചു കൊണ്ട് വന്നതിന് ശേഷം അവൻ്റെ കടയിൽ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം അവൻ ആ സാധനത്തിനൊരു MRP ഇട്ടു, പരസ്യവില ഇട്ടു. അത് 300, പരസ്യവില 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വിറ്റത് 10% ഡിസ്കൗണ്ടിനാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, 300 രൂപയാണ് പരസ്യവില, ഡിസ്കൗണ്ട് 10% അപ്പൊ സ്വാഭാവികമായിട്ടും വിറ്റ വില എന്ന് പറയുന്നത് പരസ്യവിലയുടെ 90% ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരുറപ്പുണ്ട് അല്ലേ? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു സാധനത്തിന്റെ പരസ്യവില 300 ആണ്. 10% ഡിസ്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം കസ്റ്റമർ 10% കൊടുക്കണ്ട. 10% കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 90% കൊടുത്താൽ മതി. അതായത് മാർക്കറ്റ് പ്രൈസിന്റെ പരസ്യവിലയുടെ 90% കൊടുക്കേണ്ടത്. അതാണ് വിറ്റ വില. പരസ്യവിലയുടെ 90% വിറ്റ വില. ഓക്കെ, ഇനി കച്ചവടക്കാരന് 25% ലാഭം കിട്ടി എന്നാണ് പറയുന്നത്. എടാ കുഞ്ഞുങ്ങളെ, 25% ലാഭം കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും വാങ്ങിയ വിലയുടെ 125% വിൽക്കണ്ടേ? 25% ലാഭം കിട്ടണമെങ്കിൽ 25% കൂട്ടി വിൽക്കണം. അപ്പോൾ വിറ്റ വില എത്ര എന്ന് ചോദിച്ചാല് വാങ്ങിയ വിലയുടെ 125%. വാങ്ങിയ വിലയുടെ 125%. നമുക്കറിയാം പരസ്യവില എന്ന് പറഞ്ഞാല്, എടാ പരസ്യവില എന്ന് പറഞ്ഞാൽ 300 ആണ്. അപ്പോൾ വിറ്റ വില എന്ന് പറഞ്ഞാല് 300ന്റെ 90%. ഒന്നും കൂടെ പറയുന്നു, വിറ്റ വില എന്ന് പറയുന്നത് 300ന്റെ 90%. അപ്പുറത്തോ വിറ്റ വില മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് വാങ്ങിയ വിലയുടെ 125%. കാരണം 25% ലാഭം കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും വിറ്റ വില എന്ന് പറയുന്നത് 125%. ഇതും വിറ്റ വിലയാണ്, അതും വിറ്റ വിലയാണ്, ഇതും വിറ്റ വിലയാണ്, അതും വിറ്റ വിലയാണ്. അപ്പൊ രണ്ടും വിറ്റ വില ആയതുകൊണ്ട് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞൂടെ? എടാ ഇത് വിറ്റ വിലയാണ്, അതും വിറ്റ വിലയാണ്, രണ്ടും വിറ്റ വില ആയതുകൊണ്ട് രണ്ടും തുല്യമാണെന്ന് പറയാം.
ഇതാണ്ടേ ഇവിടുന്ന് നിങ്ങൾ വാങ്ങി വില കണ്ടുപിടിച്ചാൽ മതി. എടാ കുഞ്ഞുങ്ങൾ, അതാണ്ടേ ഇവിടെ കിടക്കുന്ന ഈ 100ഉം അവിടെ കിടക്കുന്ന ആ 100 കൂടെ കളഞ്ഞൂടെ? കളയാം. ഇനി ഈ 300നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് താണ്ട് ഈ 300നെ 3 × 100 എന്ന് എഴുതിക്കൂടെ? ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. 300നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 100 എന്ന് എഴുതുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം 300നെ വേണമെങ്കിൽ മുറിച്ചിട്ട് 3 × 100 എഴുതാം, വെട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാ. അതാണ്ടേ ഈ കിടക്കുന്ന 125ഉം ഈ കിടക്കുന്ന 100ഉം കൂടെ 25 കൊണ്ട് വെട്ടിക്കൂടെ? 25 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 25 കൊണ്ട് ഹരിക്കുക. 25 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 25 കൊണ്ട് ഹരിക്കുക. 125നെ 25 കൊണ്ട് ഹരിച്ചാലോ? 125നെ 25 കൊണ്ട് ഹരിച്ച 5. 125നെ 25 കൊണ്ട് ഹരിച്ചാൽ 5. 100നെ 25 കൊണ്ട് ഹരിച്ചാൽ 4. 100നെ 25 കൊണ്ട് ഹരിച്ചാൽ 4. ദേണ്ടേ ആ കിടക്കുന്ന 5ഉം ഈ കിടക്കുന്ന 90ഉം കൂടെ 5 കൊണ്ട് വെട്ടാം, 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 90നെ 5 കൊണ്ട് ഹരിച്ചാൽ 18. കണ്ടോ? ഇനിയൊന്നുമില്ല, എല്ലാം കൂടെ ഗുണിച്ചാട്ടെ മക്കളെ. 18ഉം 4ഉം കൂടെ ഗുണിച്ചാൽ 72. എടാ 18 4ഉം കൂടെ ഗുണിച്ചാൽ 72. ആ 72നെ 3 കൊണ്ട് ഗുണിച്ചാല് 72നെ 3 കൊണ്ട് ഗുണിച്ചാല് നമ്മളുടെ ആൻസർ 216 സെറ്റ്. പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ച നല്ലൊരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അടുത്തത് നമ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ഒരു സംശയം വരാം. ഒന്നുമില്ല, നോക്കിക്കോണേ. 3 5 മാറി, 5 11 11 21 21 43 43 85 85 171. സോ ആ സംഖ്യകള് വലുതായിട്ട് വർദ്ധിക്കുകയാണ്. ഗ്രാജുവൽ വർധനവാണ്. സ്വാഭാവികമായിട്ടും ഗ്രാജുവൽ വർധനവാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. മക്കളെ 3 5 ആകണമെങ്കിൽ എന്ത് ചെയ്യണോടാ? 3 5 ആകണമെങ്കിൽ നിങ്ങളിങ്ങനെ ആലോചിക്കണം. സാറേ 3 5 ആകണമെങ്കിൽ 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 അല്ലേടാ? 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 ആണ്. 6ൽ നിന്ന് 1 കുറച്ചാൽ 5 ആണോ? അടുത്തത് 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10. 10ന്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 11 വരുന്നത്. അതേപോലെ 11 × 2 22. അപ്പോൾ 1 കുറച്ച് 21. അപ്പോൾ 2 കൊണ്ട് ഗുണിക്കുക 1 കുറയ്ക്കുക, 2 കൊണ്ട് ഗുണിക്കുക 1 കൂട്ടുക, അത്തരത്തിൽ പോകുന്ന സീരീസ് ആണ്. അപ്പോൾ ദാണ്ടേ ഇവിടെ 1 കുറച്ചു, ഇവിടെ 1 കൂട്ടി, ഇവിടെ 1 കുറച്ചു, 1 കൂട്ടി, 1 കുറച്ചു, 1 കൂട്ടി, 1 കുറയ്ക്കണം. അതായത് 171നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 2 കൊണ്ട് ഗുണിക്കണം. 171നെ 2 കൊണ്ട് ഗുണിച്ചാല് 7 14 ശിഷ്ട 1 1 2 2 2 1 3 342. ആ 342ൽ നിന്ന് 1 കുറയ്ക്കുക 342ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാല് 341. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. നിങ്ങൾ അവിടെ നോക്കുമ്പോൾ ബി ആണ്, ഞാനിവിടെ ടൈപ്പ് ചെയ്തതില് എ കഴിഞ്ഞ് സി ആണ്. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നോക്കുമ്പോൾ ഉത്തരം ബി ആണ്. ഒന്നുമില്ല, 2 കൊണ്ട് ഗുണിക്കുക 1 കുറയ്ക്കുക, 1 കൂട്ടുക 1 കുറയ്ക്കുക, 1 കൂട്ടുക 1 കുറയ്ക്കുക, 1 കൂട്ടുക 1 കുറയ്ക്കുക, അത്രേ ഉള്ളൂ. സോ അത് നല്ല ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം ഇതാണ്ടേ, സിമ്പിളായിട്ട് ആൻസർ കിട്ടുന്ന ചോദ്യം. 36 81 144 225 കാണുമ്പോഴേ അറിയാം സ്ക്വയർ ആണ്. 36 എന്ന് പറഞ്ഞാല് മക്കളെ 36 എന്ന് പറഞ്ഞാല് എടാ 6ന്റെ സ്ക്വയർ അല്ലേടാ? 6ന്റെ സ്ക്വയർ ആണ് 36. 81 എന്ന് പറഞ്ഞാല് മക്കളെ 9ന്റെ സ്ക്വയർ ആണ്. എടാ പിള്ളേരെ 144 എന്ന് പറഞ്ഞാല് 12ന്റെ സ്ക്വയർ ആണ്. അതേപോലെ
15ന്റെ സ്ക്വയർ ആണ് 225. ഇത്രയും ചോദ്യകർത്താവ് തന്നിട്ടുണ്ട്. 6ന്റെ കൂടെ 3 കൂട്ടിയാൽ 9, 9ന്റെ കൂടെ 3 കൂട്ടിയാൽ 12, 12ന്റെ കൂടെ 3 കൂട്ടിയാൽ 15, 15ന്റെ കൂടെ 3 കൂട്ടിയാൽ 18. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ വരേണ്ട സംഖ്യ 18ന്റെ സ്ക്വയർ ആണ്. 18ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 324. അതും ഉത്തരം ഓപ്ഷൻ സി ആണ്. എഴുതി വന്നപ്പോൾ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ രണ്ടാമത് വന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഉത്തരം 324. 324 324 ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ദാ പിടിച്ചു. ദാണ്ടേ ഇതാണ് ചോദ്യം. എ's റാങ്ക് ഈസ് 7th in a class. ദാണ്ടേ ഇതാണ് ഒരു റാങ്ക് പട്ടിക. എയുടെ റാങ്ക് 7ാമതാണ്. ദാണ്ടേ ഇതാണ് എയുടെ റാങ്ക് 7ാമതാണെന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എയ്ക്ക് മുമ്പ് 6 പേരുണ്ടാവുമല്ലോ. 7ാമത് എന്ന് പറയുമ്പം അതിനു മുമ്പ് 6 പേരുണ്ടെന്ന് അർത്ഥം. കഴിഞ്ഞു. ബിയുടെ റാങ്ക് 6th ഫ്രം ദ ബാക്ക്. താഴെ നിന്ന് 6ാമതാണ്. താഴെ നിന്ന് 6ാമതാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ ബിയുടെ താഴെ 5 പേരുണ്ടെന്ന് അർത്ഥം. താഴെ നിന്ന് 6ാമത് എന്ന് പറഞ്ഞാൽ ബിക്ക് താഴെ 5 പേരുണ്ട്. ഇനി സീസ് പൊസിഷൻ ഈസ് 4th ആഫ്റ്റർ എ കഴിഞ്ഞ് 4ാമത്. 1 2 3 4 ഇവിടെയാണ് സി ഇരിക്കുന്നത്. ഓക്കെ. ഇനി അത് ആണ്ടെ സീസ് പൊസിഷൻ ഈസ് 4th ആഫ്റ്റർ എ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, സംഭവം സെറ്റായി. ഇനി മൊത്തത്തില് then how many children are there in the class? ആ ക്ലാസ്സിലെ മൊത്തത്തില് എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. ഇത് കാണുമ്പോൾ നമുക്കൊരു സംശയം വരും. സിക്കും ബിക്കും ഇടയില് എത്ര പേരുണ്ട് എന്ന് ചോദ്യകർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സി എന്ന് പറയുന്നവൻ എയുടെയും ബിയുടെയും നടുക്കാണെന്ന് പറഞ്ഞായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ആശയക്കുഴപ്പം വരും. പക്ഷെ എന്നിരുന്നാലും ഞാന് സിക്കും ബിക്കും ഇടയിൽ ആരുമില്ല എന്ന് കരുതിക്കൊണ്ട് പ്രോബ്ലം ചെയ്യുക. ആരുമില്ല എന്ന് കരുതുക തൽക്കാലം. സോ അങ്ങനെയാണെങ്കിൽ ആകെയുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ബിക്ക് താഴെയുള്ള 5, അവിടെ 6, 5 6 11, 11 എയും ബിയും സിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 11 3 14. 14 താണ്ട് ഇവിടെ ഒരു 3 പേരില്ലേ, 14 3 17 വരും ഉത്തരം. ഈ 17 എന്ന് പറയുന്ന ഒരു ഉത്തരം ഓപ്ഷൻ അകത്തില്ലാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും ഡിലീറ്റ് ആയി പോകാൻ തന്നെയാണ് ചാൻസ്. അല്ലെങ്കിൽ ചോദ്യകർത്താവ് എന്തെങ്കിലും ഒരു ഡേറ്റ എക്സ്ട്രാ നമുക്കിവിടെ തന്നായിരുന്നുവെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റിയേനെ. മുകളിൽ നിന്ന് 6ാമത് അല്ലെങ്കിൽ മുകളിൽ നിന്ന് 7ാമത് എന്ന് പറഞ്ഞാൽ, മുകളിൽ നിന്ന് 7ാമത് എന്ന് പറഞ്ഞാൽ എയുടെ മുകളിൽ 6 പേര്. താഴെ നിന്ന് 6ാമത് എന്ന് പറഞ്ഞാൽ ബിക്ക് താഴെ 5 പേര്. ഇതൊക്കെ ആലോചിച്ചോണം. ഇനി സി എന്ന് പറയുന്നവൻ എക്ക് ശേഷം 4ാമതാണ്. എക്ക് ശേഷം 4ാമത് 1 2 3 4ാമത്. എയുടെയും ബിയുടെയും നടുക്കാണ് സി. പക്ഷേ സിക്കും ബിക്കും ഇടയിൽ എത്ര പേരുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് തരാത്തത് കൊണ്ട് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചുകൊണ്ട് നമുക്ക് 17 എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ബിക്കും സിക്കും ഇടയിൽ എത്ര പേരുണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ആ ഡേറ്റ തരാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകത്തേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് വീണ്ടും ഒരു നമ്പർ സീരീസ് ആണ്. നമ്പർ സീരീസ് എന്നല്ല, ഒരു ഓഡ് മാൻ ഔട്ട് ആണ്. വേണമെങ്കിൽ ഒരു അല്പം സംശയം വരുന്ന ഒരു ചോദ്യമാണ്. എന്താണ്ടേ 330 80 240 120 250 130 240. വലിയ വർധനവൊന്നും അവിടെ കാണുന്നില്ല.
അപ്പൊ ഇത് കാണുമ്പോഴേ സ്വാഭാവികമായിട്ടും എല്ലാവരും 10ന്റെ ഗുണിതങ്ങളാണ്. റോങ് നമ്പർ ഏതാണെന്നാണ് ചോദ്യം. ഇത് കാണുമ്പോൾ ഒന്നിടവിട്ട സംഖ്യകളിലാണ് ബന്ധം വരുന്നത്, അല്ലാതെ ഇത് ഒരിക്കലും പിടിക്കാൻ പറ്റത്തില്ല. 330 എന്ന് പറയുന്ന സംഖ്യ 280 മാറി, 280 250 250 240 അതായത് 330 280 ആകണമെങ്കിൽ 50 കുറഞ്ഞു, 280 250 ആകണമെങ്കിൽ 30 കുറഞ്ഞു, 250 240 ആകണമെങ്കിലോ 10 കുറഞ്ഞു. ഓക്കെയാണ്. 50 കുറഞ്ഞു, 30 കുറഞ്ഞു, 10 കുറഞ്ഞു. കുഴപ്പമില്ല, കാരണം 20ന്റെ കുറവാണ് വരുന്നത്. 50 20 കുറച്ചാ 30, 30 20 കുറച്ചാ 10. കുഴപ്പമില്ല. അതായത് വ്യത്യാസങ്ങളുടെ വ്യത്യാസം 20 ആണെന്ന് പറയാം. ഇനി 80 120 മാറി, 40 കൂട്ടിയാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും 120ന്റെ കൂടെ 40 കൂട്ടിയാൽ 120ന്റെ കൂടെ 40 കൂട്ടിയാൽ 160 അല്ലേ വരേണ്ടത്? അവിടെ 160 ആണ് വരേണ്ടത്. വന്നത് 130 ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനായിരിക്കും, പ്രോബബിളി അവൻ തന്നെ ആയിരിക്കും ഓഡ് മാൻ ഔട്ട്. പല രീതിയിൽ ചിന്തിച്ചപ്പോഴും ഇതാണ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ആൻസർ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് നിങ്ങൾക്ക് എക്സാം ഹാളിലെ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമ്മളിത് കുറേ നോക്കിയ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇത്തരത്തിലൊരു ആൻസറിലേക്കാണ് എനിക്ക് എത്താൻ സാധിച്ചത്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാ പിടിച്ചോ, സ്ഥിരം ചോദ്യമാണ്. ബോംബെ 52, ഡൽഹി എത്ര എന്ന ചോദ്യം. ഇവിടെ ബോംബെ എന്ന് പറഞ്ഞാൽ മക്കളെ ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടേ ഇതൊക്കെ അറിയാവുന്നതൊക്കെ ആദ്യം അങ്ങ് അറിയിച്ചു. ബി 2, എ എന്ന് പറഞ്ഞാൽ 1 ആണ്, വൈ എന്ന് പറഞ്ഞാൽ XYZ, വൈ എന്ന് പറഞ്ഞാൽ 25ാമത്തെ അക്ഷരമാണ്, എം ഉണ്ട്, ഓ ഉണ്ട്, ഐ എന്തായാലും 9ാമത്തെ അക്ഷരം, ഐ 9, ഐ JKL M. അപ്പോൾ 10 11 12 13 13ാമത്തെ അക്ഷരമാണിത്. എം N 14, O 15, O 15 ആണ്. ഇനി എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കേ. 25ഉം 15ഉം കൂടെ കൂട്ടിയ 40, 40ഉം 2ഉം കൂടെ കൂട്ടിയാൽ 42, 42ഉം 1ഉം കൂടെ കൂട്ടിയാൽ 43, 43ഉം 2ഉം 45, 45ഉം 13ഉം കൂടെ കൂട്ടിയാൽ 5 3 8, 4 1 5, 58. സോ 58 എന്ന് പറയുന്നത് 52 മാറി. അതായത് 6 കുറഞ്ഞു. 58 അക്ഷരങ്ങളുടെ പൊസിഷൻ വാല്യൂ കൂട്ടി നോക്കിയാൽ 58, ആ 58 എന്ന് പറയുന്നത് 52 മാറി. അതായത് അക്ഷരങ്ങളുടെ എണ്ണം 6. മക്കളെ അക്ഷരങ്ങളുടെ എണ്ണം 6 അല്ലേ? ആ അക്ഷരങ്ങളുടെ എണ്ണം കുറച്ചാൽ മതി. 58-ന് 6 കുറച്ചാൽ 52. സെറ്റ്. അതേപോലെ ഡൽഹി നോക്കിക്കേ. ഡി എന്ന് പറഞ്ഞാൽ ABCD 4, ഈ 5 ആണ്. എൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഐ എന്ന് പറഞ്ഞാൽ 9, ഐ JKL 10 11 12, L 12. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ EFG HI H8, I 9, 12 8ഉം കൂടെ കൂട്ടിയാൽ 20, 25, 25 4 29, 29 1 30, ആ 30 എന്ന് എഴുതി വെച്ചു. അക്ഷരങ്ങളുടെ എണ്ണം കുറയ്ക്കുക. അക്ഷരങ്ങളുടെ എണ്ണം 5, അക്ഷരങ്ങളുടെ എണ്ണം 5, 30-ന് 5 കുറച്ചാൽ 25. ഉത്തരം 25. ഡൽഹി എന്ന് പറയുന്ന അക്ഷരത്തിലെ ഡൽഹി എന്ന് പറയുന്ന വാക്കിലെ 5 അക്ഷരം ഉണ്ട്. അപ്പോൾ അക്ഷരങ്ങളുടെ പൊസിഷൻ വാല്യൂ കൂട്ടി നോക്കിയപ്പോൾ 30, 30-ന് അക്ഷരങ്ങളുടെ എണ്ണമായ 5 കുറച്ചാല് ദാ പിടിച്ചു ആൻസർ 25. സോ അങ്ങനാണെങ്കിൽ മക്കളെ ദാണ്ട വരുന്നു അവസാനത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈംസ് 1? ഒന്നുകളുടെ എണ്ണം എത്ര?
ഈസ് ഫോളോഡ് ബൈ ഓഡ് നമ്പർ. ഒന്നിന് ശേഷം ഓഡ് നമ്പർ വരണം. ഒന്നിന് ശേഷം ഓഡ് നമ്പർ വരുന്ന എത്ര ഒന്നുകൾ ഉണ്ടെന്ന ചോദ്യം. ദാണ്ടേ ഒന്നുകൾ എവിടെ കിടക്കുന്നാണ്ടേ, ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഒന്നിന് ശേഷം ഓഡ് നമ്പർ വരണം. ഇവിടുത്തെ ഒന്നിന് ശേഷം ഓഡ് നമ്പർ അല്ലേ? ഒന്നിന് ശേഷം ഒന്ന്, ഒന്നിന് ശേഷം ഓഡ് നമ്പറാണ്. പിന്നെ ഉള്ള ഒന്നിന് ശേഷം 4. അപ്പം അത് പരിഗണിക്കേണ്ട. ഒന്നിന് ശേഷം ഓഡ് നമ്പർ വരണം. അപ്പോൾ അവിടെ ഒന്നേ ഉള്ളൂ. ഇവിടെ ഒന്നിന് ശേഷം 2 ഈവൻ നമ്പറാ, പരിഗണിക്കേണ്ട. ഇവിടെ ഒന്നിന് ശേഷം ഓഡ് നമ്പർ അല്ലേ? ഒന്നിന് ശേഷം ഓഡ് നമ്പർ ആണ്, പരിഗണിക്കാം. കണ്ടോ? അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു, ഇവിടെ ഒന്നിന് ശേഷം ഓഡ് നമ്പർ ആണ്. ഒന്നിന് ശേഷം ഓഡ് നമ്പർ ആയതുകൊണ്ട് ഒരെണ്ണം കിട്ടി, പിന്നെ ഉള്ളത് കിട്ടിയില്ല. ഇവിടെയും കിട്ടിയില്ല. ഇവിടെ ഓക്കെയാണ്. 1 1 പറഞ്ഞാൽ ഓക്കെയാ, 1 3 വന്നാലും ഓക്കെയാ. അങ്ങനെ മൊത്തത്തില് 3 എണ്ണം ഉണ്ടായിരുന്നു. ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? ചോദ്യം ചോദിച്ചത് ഒന്നിന് ശേഷം ഓഡ് നമ്പർ വരുന്ന എത്ര ഒന്നുകളുണ്ട് എന്നാണ് ചോദിച്ചത്. ഇത് പണ്ടത്തെ ചോദ്യമാണ്. ആ ചോദ്യം അതേപോലെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. പ്രിസീഡഡ് ബൈ എന്ന് പറഞ്ഞാൽ മുമ്പ്, ഫോളോഡ് ബൈ എന്ന് പറഞ്ഞാൽ ശേഷം, ഫോളോഡ് ബൈ എന്ന് പറഞ്ഞാൽ ശേഷം, ശേഷം ഓഡ് നമ്പർ വരണം. ഹൗ മെനി വൺസ്, വൺസുകളുടെ എണ്ണം എത്ര, ഒന്നുകളുടെ എണ്ണം എത്ര, ഫോളോഡ് ബൈ ഓഡ് നമ്പർ, ശേഷം ഓഡ് നമ്പർ വരുന്ന എത്ര ഒന്നുകൾ ഉണ്ടെന്നാണ് ചോദിച്ചത്. ആൻസർ 3 എന്ന് വരും റൈറ്റ് ആൻസർ. സോ അങ്ങനെ നമ്മൾ 2026 നമ്മൾ അങ്ങനെ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേടാ. പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഓരോ പരീക്ഷകളും നമ്മൾ എഴുതി മാറുന്നത്. ചില പരീക്ഷകളിൽ മാർക്ക് കുറയുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. അടുത്ത പരീക്ഷയ്ക്ക് അതുകൂടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികളാണ് അവസാനം വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു യാത്രയിലെ നിങ്ങൾക്കൊരല്പം മാർക്ക് കുറവാണെന്ന് കരുതി ഒരു കാരണവശാലും പ്രിപ്പറേഷനിലെ ആ ഒരു തീവ്രത, ഇന്റൻസിറ്റി ഒരു കാരണവശാലും കുറയ്ക്കാൻ പാടില്ല. ഒരുപാട് മത്സര പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ട് അവസാനം നമ്മൾ വിജയത്തിലേക്ക് എത്തും. ആ അവസാനത്തെ വിജയം മാത്രമേ നമ്മൾ പലപ്പോഴും കാണത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കഷ്ടപ്പെട്ടൊക്കെയാണ് ആൾക്കാർ എല്ലാവരും വിജയത്തിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ 2026 എന്ന് പറയുന്ന പുത്തൻ പുതിയ വർഷത്തിലെ നമ്മളുടെ പ്രതീക്ഷകളെല്ലാം എല്ലാം യാഥാർത്ഥ്യമാകുന്ന ഈ ഒരു വർഷമാക്കി 2026 മാറ്റിയെടുക്കണം. തുടർന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് ഓരോ ബാങ്കുകൾ പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി അങ്ങോട്ട് കുറേ പരീക്ഷകളുണ്ട്. അത് കഴിയുമ്പോൾ അടുത്ത പരീക്ഷകൾ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എഴുതി പോവുക. ഒരു തവണ നിങ്ങൾ വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് മാർക്ക് കുറവാണെന്ന് കരുതി ഒരു കാരണവശാലും പഠനം ഉപേക്ഷിക്കരുത്. വീണ്ടും തീവ്രതയോടുകൂടി, വലിയ ആത്മവിശ്വാസത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി അടുത്തടുത്ത പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നൊരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. സോ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത വരാൻ പോകുന്ന മത്സര പരീക്ഷകൾക്ക്, ബോർഡ് നടത്തുന്ന ക്ലർക്ക് കാഷ്യർ മത്സര പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഏറ്റവും പുതിയ ഫ്രഷ് ബാച്ചുകൾ, തുടക്കക്കാർക്കെല്ലാം ഉപകാരപ്പെടുന്ന ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ ഉടനെ ലോഞ്ച് ചെയ്യുവാണ്. തുടക്കം മുതൽ, ഇപ്പോൾ മുതൽ തന്നെ നിങ്ങൾ ബിഗിനേഴ്സ് ബാച്ചിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. മാത്സ് അതേപോലെ ഇംഗ്ലീഷ് GK വിഷയങ്ങൾക്ക് മൊത്തം 30 മാർക്കുണ്ട്. വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ ബാച്ചിലെ ഓരോ ക്ലാസ്സുകൾ എടുക്കുന്നത്. എല്ലാ രീതിയിലും ഇത്തരം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2026 എന്ന് പറയുന്ന വർഷത്തിലെ നിങ്ങളുടെ സ്വപ്ന ജോലി യാഥാർത്ഥ്യമാകുന്ന നല്ല നിമിഷങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് നടന്നു നീങ്ങുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെന്റർഷിപ്പോടുകൂടി നല്ല രീതിയിൽ ഓരോ ദിവസങ്ങളും കൃത്യമായ ഔട്ട്പുട്ടോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് 2026 എന്ന് പറയുന്ന വർഷം കളർഫുൾ ആക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഇതുപോലത്തെ പുതിയ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ സജഷൻ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സബ് ടോപ്പിക്കുകൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി
ഈ വീഡിയോയ്ക്ക് താഴെ പങ്കുവെക്കുകയാണെങ്കിൽ അതുകൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ടേക്ക് കെയർ.